ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏവരുമായി പങ്കിട്ട ആരാധന ഒരു സിനിമാ പാട്ടിലൂടെ എന്ന വീഡിയോ കണ്ട് അതിൻ്റെ അർത്ഥത്തോട് സമരസപ്പെട്ട് അതിൻ്റെ ചിന്തകൾ ഉൾഗ്രഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ പ്രതികരിച്ച ജയശേഖർ എന്നാണ് പേര് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ നന്നേ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ അനുഭവം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ആസ്വാദ്യകരമായിരിക്കും, പ്രയോജനം നൽകും എന്ന പ്രതീക്ഷയും വായിച്ച് കേൾപ്പിച്ച് അതിന് ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നതായിരിക്കും. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഞാൻ അതുപോലെ വായിച്ചിട്ട് എൻ്റെ ഉള്ളടക്കത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ. എ ഗ്രേറ്റ് sermon in itself. Thanks a lot for introducing the great song and explaining real worship. I am dumbfounded by your great thoughts. I hope you have the divine light to show a way to those groping in darkness. One humble doubt about your subliminal thoughts. This is possible, that is what I suggest. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. This is possible for an already spiritual soul. But will this way of worship be possible for ordinary mortals who are not spiritually enlightened? For reaching sublime heights, you need certain preparation and small steps that face hurdles after hurdles, which are to be overcome again and again through little remedies. Doubts, weariness, scarcity of means to lead a painless life, failures in attempts to have the basic needs, subsequent frustrating moments need someone or something to hold on to. Rituals, shapes of gods, impressive structures like temples and churches may help. Power of Myths says, he is referring to a book, Power of Myths, says, rituals lace our souls with protection against evils. In life's journey, is not the beginning different from the end? My doubts only. Once again, my respect and thanks. ഇത് വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഓരോ വാചകവും എടുത്ത് തർജ്ജിമ ചെയ്ത് മൊഴിമാറ്റം ചെയ്ത് അതിൻ്റെ അർത്ഥത്തോട് അല്ലെങ്കിൽ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളോട് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ പ്രതികരണത്തിൽ കൂടെ എനിക്ക് ഈ വ്യക്തിയെ അറിവില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ സൗന്ദര്യത്തെ എനിക്ക് നന്നേ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. അദ്ദേഹത്തിൻ്റെ സാമീപ്യം എൻ്റെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് പോലെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. സഹജീവികളുടെ ഉള്ളിലെ നന്മയോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് ഈ ലോകത്തിലെ സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഞാൻ വായിച്ചിട്ട് നിങ്ങളുമായി പങ്കിടാൻ എൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കുന്നതിൻ്റെ മർമ്മം എന്താണ് എന്ന് നിങ്ങൾക്കിതിൽ കൂടെ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലതാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഈ പാട്ടിൽ ബിച്ചു തിരുമല അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ആത്മീയ സങ്കല്പം, അതായത് ദേവാലയം എന്നത് സിമെൻറ്റും കട്ടയും കൊണ്ടുണ്ടാക്കുന്നതല്ല, മനുഷ്യൻ്റെ മനസ്സാണ് യഥാർത്ഥത്തിലുള്ള ദേവാലയം. ആ ഒരു തലത്തിൽ അറിയുകയും ആത്മീയ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യാൻ സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. അത് ആത്മീകമായി പക്വത പ്രാപിച്ച, വളർച്ച പ്രാപിച്ച ആളുകൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സങ്കല്പം.
തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. പൊതുവായ സങ്കല്പം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആത്മധൈര്യത്തോടെ അപ്രകാരമുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുവാൻ സാധിക്കും. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, വിലമതിക്കുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, സാധാരണ ആളുകൾക്ക് അവരുടെ ആത്മീയ ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിന് അവരുടെ ജീവിതത്തിൽ വിവിധമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന യാതനകൾ, പ്രയാസങ്ങൾ, തിരിച്ചടികൾ, പരാജയങ്ങൾ അല്ലെങ്കിൽ അപര്യാപ്തതകൾ, ആ സമയത്ത് അവർക്ക് ഒന്ന് കൈപിടിച്ച് നടക്കുവാൻ ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇപ്രകാരമായ ഉന്നതമായ ആത്മീയ തലത്തിൽ ചിന്തിച്ച് അവരുടെ ജീവിത അവസ്ഥകളെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ അവസ്ഥയെപ്പറ്റി എന്തെങ്കിലും പറയാമോ എന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആവശ്യം. ഞാനതിനെ 100% മാനിക്കുന്നു, വിലമതിക്കുന്നു, ശിരസ ഏറ്റെടുക്കുകയാണ്. അത് സംബന്ധമായി മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ മതമെന്ന ആശയത്തെ, മതത്തിൻ്റെ ഉൾക്കാമ്പുകളെ ആജീവനാന്തം അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ മനസ്സിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്ന് നിങ്ങൾ ദയവായി കരുതരുത്. ഒരു പുരുഷ ജീവിതത്തിൻ്റെ അന്വേഷണം ഓരോ വാക്കുകളിലും ഉണ്ടായിരിക്കും എന്നത് ഞാൻ ആത്മാർത്ഥമായി എളിമയോട് തന്നെ നിങ്ങളോട് പറയാം. എനിക്ക് ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം ചില ആളുകൾക്ക് ആത്മീയമായ വളർച്ചയുണ്ട് എന്നും ബഹുഭൂരിപക്ഷമുള്ള ആളുകൾക്ക് ആത്മീയമായ വളർച്ചയില്ലാതെ സാധാരണ ആളുകൾ തപ്പിത്തടഞ്ഞ് നടക്കുന്നു എന്നതല്ല. അല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മതത്തിൻ്റെ പേരിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനങ്ങൾ, മതത്തിൻ്റേത് എന്ന് പറഞ്ഞ് നമ്മുടെ നന്മയ്ക്ക് എന്ന പ്രഹസനത്തിൽ നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അവയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്രകാരമുള്ള സങ്കല്പങ്ങളിൽ ഒന്നാണ്, ലോകത്തിൽ 2 തട്ടത്തിലുള്ള ആളുകളുണ്ട്. ചിലർ ആത്മീയമായി ഉന്നത ശ്രേണിയിൽപ്പെട്ടവരാണ്, ബാക്കിയുള്ളവർ താഴെയാണ്, കീഴാളന്മാരാണ്. സാംസ്കാരിക തലത്തിലും അങ്ങനെയാണല്ലോ. വരേണ്യവർഗമുണ്ട്, കീഴാളന്മാരുണ്ട്. വരേണ്യവർഗത്തിലുള്ളവർ എപ്പോഴും ഒരു ചെറിയ കൂട്ടമായിരിക്കും, കീഴാളന്മാർ ബഹുഭൂരിപക്ഷമായിരിക്കും. അപ്പോൾ കീഴാളന്മാർ എന്ത് ചെയ്യും? അത് മതത്തിലും അതേ പാറ്റേൺ, അതേ മർമ്മം കൊണ്ടുവരുമ്പോൾ നമുക്കിങ്ങനെ തോന്നും. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ചേരിതിരിവ് തികച്ചും അനാവശ്യമാണ്, അർത്ഥശൂന്യമാണ്. യേശു പറഞ്ഞു, ആത്മീയമായ കാര്യങ്ങൾ ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് അതിശയോക്തിപരമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, യാതൊരു സംശയമില്ല. എൻ്റെ അർത്ഥം ഇതാണ്: ആത്മീയതയുടെ ഉള്ളടക്കം മനുഷ്യൻ്റെ സാർവലൗകികമായ അവസ്ഥകളോട് ഇണചേർന്നിരിക്കുന്നതും എല്ലാവർക്കും തുല്യമായി പ്രാപ്യമായതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ഉതകുന്നതുമായ മർമ്മങ്ങൾ മാത്രമേ ആത്മീയതയിൽ ഉൾപ്പെടുന്നുള്ളൂ എന്നതാണ്. പക്ഷേ ഇപ്രകാരമുള്ള ഒരു പ്രതീതി എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ, മതത്തിൻ്റെ പേരിൽ അത് ഒരു ഉപാധിയായി ഉപയോഗിച്ച് തങ്ങളുടെ ആധിപത്യവും നിയന്ത്രണവും മറ്റുള്ളവരുടെ മേൽ സ്ഥാപിച്ച്, തങ്ങളുടെ മേന്മ മറ്റുള്ളവരുടെ മേൽ അവതരിപ്പിച്ച്, തങ്ങളൊരു പ്രത്യേക ശ്രേണിയിൽപ്പെട്ടവരാണ് എന്ന് ബാക്കിയുള്ളവരെ ധരിപ്പിച്ച് അതിൻ്റേതായ ലാഭങ്ങളും ഗുണമേന്മകളും നിർലോഭം ഉപയോഗിക്കുന്ന ഒരു വർഗം, ഒരു ചെറിയ കൂട്ടം ആളുകൾ എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട്.
അവർ നിർമ്മിച്ചു വയ്ക്കുന്ന പല വിഭ്രാന്തികളും പ്രതീതികളുമുണ്ട്. അവയൊക്കെയും ജനങ്ങളുടെ മേൽ വളരെ വളരെ സംഘടിതമായി ആസൂത്രിതമായ വിധത്തിൽ ചെറുപ്പം മുതലേ അവിടെ ഉള്ളിൽ നിക്ഷേപിച്ച് അവിടെ ഉള്ളിനെ കോളനിവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് എല്ലാ മതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മതം എത്രമാത്രം സംഘടിതമായി മെച്ചപ്പെട്ടോ അത്രമാത്രം ഈ പ്രക്രിയ അപകടകരമായി തീരും. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ, ചെറുപ്പം മുതലേ ഞാൻ എനിക്ക് ലഭിച്ച മതപരമായ പരിശീലനത്തിൻ്റെ ഫലമായി തികച്ചും എനിക്ക് പ്രയോജനമില്ലാത്തതും എൻ്റെ വ്യക്തിത്വത്തിന് അപകടമുണ്ടാക്കുന്നതും എൻ്റെ കണ്ണിനെ അടച്ചു കളയുന്നതുമായ ധാരണകളാണ് ബഹുഭൂരിപക്ഷവും പ്രാപിപ്പാനിടയായത് എന്നത് വളരെ സങ്കടത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നാൽ കാലാകാലങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഫലമായി ഈ അന്ധകാരത്തിൻ്റെ ധാരണകൾ, വെളിച്ചത്തിൻ്റെ സമ്പത്തെന്നൊക്കെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ഈ അന്ധകാരത്തിൻ്റെ സമ്പത്തുക്കൾ കുറച്ചൊക്കെ ഒന്ന് ഉപേക്ഷിക്കുവാനും എനിക്കിടയായിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കാഴ്ചപ്പാടാണെങ്കിലും ആത്മീകമായ വെളിച്ചം പ്രാപിച്ച ആരുടെ കാഴ്ചപ്പാടാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ആത്മകഥ വായിച്ചാൽ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്സ്, എൻ്റെ ആത്മകഥ, അത് വായിച്ചാൽ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? യേശു പറഞ്ഞ അതേ ആശയം അതുപോലെ ഗാന്ധി അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ശിശുക്കൾക്ക്, സാധാരണ കുട്ടികൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ആത്മകഥയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് ഈ ചോദ്യം പരിഗണിച്ച് ഉപസംഹരിക്കുന്നതായിരിക്കും. മതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യന് മതമുണ്ടാകേണ്ടത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ മതം ആചരിക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണം? മതവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിനെപ്പറ്റി ഒരു വ്യക്തത നമുക്കുണ്ടാകണം. മനുഷ്യൻ പിറക്കുന്നത് മൃഗമായിട്ടാണ്, യാതൊരു സംശയവും വേണ്ട. മനുഷ്യൻ്റെ പിറവി, അതായത് പ്രകൃതി മനുഷ്യനെ ഈ ഭൂമിയുടെ പരപ്പിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നത് ഒരു മൃഗമായിട്ടാണ്. മനുഷ്യൻ അവൻ്റെ പിറവിയിൽ തികച്ചും ബലഹീനനായ, തികച്ചും അപൂർണനായ ഒരു മൃഗമാണ്. ആ അപൂർണതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്തും എന്ന് നരവംശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഞാനതിൻ്റെ സങ്കീർണതയിലേക്ക് പോയാൽ ലാളിത്യം കൈവിട്ടു പോകുമെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ അവസ്ഥയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വത്തിലേക്ക് നമുക്ക് വളർന്നു വരണം. പ്രകൃതി നമുക്കൊരാരംഭം നൽകുന്നു, മാതാപിതാക്കന്മാരിൽ കൂടെ. പ്രകൃതി, അത് ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം, മാതാപിതാക്കന്മാരെ ഉപാധികളായി ഉപയോഗിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജീവൻ്റെ ആരംഭം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആരംഭം നൽകുന്നു. അത് ആ നിമിഷം തൊട്ട് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അറ്റുപോകുകയാണ്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു ശിശു പിറന്നു വീഴുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള അപൂർണമായ ആശ്രയത്തിൽ നിന്ന് മാതാവിൻ്റെ ശരീരം, ഗർഭപാത്രം, പ്രകൃതിയുടെ ആ സർഗാത്മകതയുടെ ക്രിയേറ്റീവ് പവറിൻ്റെ ഭാഗമാണ്. അത്രമാത്രം മാഹാത്മ്യമേറിയ ഒരു കാര്യമാണിത്. ഒരു സ്ത്രീ അവളുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നില്ല, മാതൃത്വത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന ആ സർഗാത്മ ശക്തിയുടെ ഊർജത്തിൻ്റെ ഭാഗമാണ് ഒരു സ്ത്രീയുടെ ഉദരം, ഗർഭപാത്രം. അത് സൂര്യനെ പോലെ മാഹാത്മ്യമേറിയതാണ്. അപ്പോൾ എന്നാലും അത് പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയോടുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം നമുക്ക് മറ്റൊരു ദിശയിലേക്ക് വളർന്നു വരേണ്ടതുണ്ട്. പ്രകൃതിയിലെല്ലാം മൃഗങ്ങളെ കൊണ്ട് അവിടെ എത്തി നിൽക്കുകയാണ്. പിന്നെ വളരേണ്ടത് മനുഷ്യത്വത്തിലേക്കാണ്. മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള വളർച്ചയുടെ പേരാണ് ആത്മീയത എന്നുള്ളത്. ഞാൻ ആവർത്തിക്കട്ടെ. മൃഗീയതയിൽ നിന്ന്, പ്രകൃതിയുടെ സ്വാഭാവിക അവസ്ഥയായ മൃഗീയതയിൽ നിന്ന്, അത് ഒട്ടും നിഷേധാത്മകതയിലല്ല ഞാൻ മൃഗീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മൃഗം, മൃഗീയം,
എന്നത് മാത്രം. മൃഗങ്ങൾക്ക് അതിൻ്റേതായ മാന്യതയുണ്ട്, അതിൻ്റേതായ സ്ഥാനമുണ്ട്, അതിൻ്റേതായ മികവുകളുണ്ട്, കഴിവുകളുണ്ട്. അവയൊക്കെ മാനിച്ചുകൊണ്ട് നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ മൃഗീയത എന്ന് പറയുന്നത്. യാതൊരു നെഗറ്റീവ് ചുവയുമില്ലാതെ മൃഗത്തിൻ്റെ അഡ്ജക്റ്റീവായിട്ട് മൃഗീയം. ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യത്വം, മാനവികത അതിലേക്ക് വളരുന്നതിന് വേണ്ടി അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. ഇനിയും അതിലടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ ചില പ്രവണതകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഒരു മൃഗത്തിന് ആഹാരം കഴിക്കണം, പിന്നെ വിസർജിക്കണം, വിശ്രമിക്കണം, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണം. ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യർക്ക് അവരുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളനുസരിച്ച് അർത്ഥവത്തായി പ്രവർത്തിക്കാൻ കഴിയണം. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ നീഡ് ടു ആക്ട് മീനിങ്ഫുള്ളി, ഇമ്പാക്റ്റ്ഫുള്ളി അക്കോർഡിംഗ് ടു ദ ഗുഡ് ഇൻസ്റ്റിങ്സ് ആൻഡ് ഇമ്പൾസസ്. നമ്മുടെ ഉള്ളിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രവണതകളുണ്ട്, അഭിരുചികളുണ്ട്, ഊർജങ്ങളുണ്ട്. ഒന്ന് മൃഗീയമായത്, രണ്ട് ദൈവികമെന്ന് നാം പറയുന്നത്, ഉദാത്തമായവ. മൃഗങ്ങൾക്ക് അങ്ങനെയില്ല. അവർക്ക് ഒരേ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇന്നതിനെ ഉപേക്ഷിച്ച് ഇന്നത് ചെയ്യണം എന്ന പ്രശ്നം ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തിനും അതിൻ്റേതായ സ്വഭാവത്തെ അതിജീവിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മൃഗം അതിൻ്റെ സ്വഭാവത്തെ അതിജീവിച്ചാൽ അത് മരിച്ചു പോകും. ആ സാധ്യത മനുഷ്യർക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് പ്രാപിക്കുന്ന സ്വാഭാവികമായ അവസ്ഥയെ, ഇമ്പൾസസ് ആൻഡ് ഇൻസ്റ്റിങ്സ്, അതിനെ അതിജീവിച്ചെങ്കിൽ മാത്രമേ മനുഷ്യത്വം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടക്കാൻ സാധ്യമാണ്. ഇവിടെയുള്ളൊരു വലിയ തെറ്റിദ്ധാരണ, മനുഷ്യർക്ക് ധർമ്മബോധവും നീതിബോധവും മൂല്യബോധവും മതങ്ങളാണ് നൽകുന്നതെന്നൊരു ധാരണയുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നു വീണാൽ അമ്മയുടെ പാല് കുടിക്കണം എന്നാരും പഠിപ്പിക്കുന്നില്ല. മാതാപിതാക്കന്മാരുടെ സ്നേഹം കുഞ്ഞിൻ്റെ ഉള്ളിൽ ആരും കൊണ്ട് നിക്ഷേപിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ വളരെ വളരെ കൗതുകത്തോടെ കാത്തു നിന്നിട്ടുണ്ട്. മണിക്കൂറുകളോളം ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കട്ടിലിൻ്റെ അരികെ നിന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഉറക്കത്തിൽ ഒരു കുഞ്ഞ് ചിരിക്കുന്നത് കാണാൻ. ടു സീ ദ സ്മൈൽ ഓഫ് എ ബേബി ഇൻ സ്ലീപ്പ്. അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ലോകത്തിലില്ല. അത് കാണുമ്പോൾ അവിടെ സ്വർഗമുണ്ടെന്ന് നമുക്ക് തോന്നും. അതാരാണ് പഠിപ്പിച്ചത്? അപ്പോൾ സ്നേഹമെന്ന വികാരം, ജീവിത അനുഭവങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള കഴിവ്, ഇവയൊക്കെ സ്വതസിദ്ധമായൊരു വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ്. അത് പരിപോഷിപ്പിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ ആരംഭം മതത്തിലല്ല, അതിൻ്റെ ആരംഭം സൃഷ്ടിയിൽ തന്നെയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയിൽ രണ്ട് ഘടകങ്ങളുടെ, ഒന്ന് പ്രകൃതിയാണെന്ന് പറഞ്ഞു, അത് മൃഗസമാനമായ അവസ്ഥ. രണ്ട്, അത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം ശ്വാസമൂതി, പ്രകൃതിക്ക് അതീതമായൊരു മർമ്മം. അത് മതത്തിൽ നിന്നല്ല മനുഷ്യൻ പ്രാപിക്കുന്നത്, അത് ജന്മനാ പ്രാപിക്കുന്നതാണ്. അതില്ലാതെ ജീവൻ ആരംഭിക്കുന്നില്ല. എന്നാൽ അതിനെ വളർത്തിയെടുക്കുകയും അത് സ്വഭാവ രൂപീകരണത്തിൻ്റെ വെളിച്ചമായി മനസ്സിലാക്കി അതിനനുസരിച്ച് വ്യക്തിത്വത്തെ രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് ആത്മീയതയുടെ കടമ, അച്ചടക്കം, ലക്ഷ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് നാം ദൈവികത ഉൾക്കൊള്ളുന്ന പ്രത്യേകതയുള്ള സൃഷ്ടികളാകയാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഒരു വ്യക്തി എത്ര അധപ്പതിച്ചവരാണെങ്കിലും, അവൻ ഇരുട്ടിൻ്റെ ആത്മാവാണെന്ന് ഈ ലോകം മുഴുവനും സർട്ടിഫൈ ചെയ്താലും അവൻ്റെ ഉള്ളിൽ മരിക്കാത്ത ചില നല്ല താല്പര്യങ്ങളുണ്ടായിരിക്കും.
അവയെ പ്രകടിപ്പിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു എന്നിരിക്കാം, പക്ഷേ ആ നന്മയുടെ വെളിച്ചം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. മനുഷ്യൻ്റെ സാർവലൗകികമായ അവസ്ഥ അതാണ്. എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മ ചെയ്യണം, നല്ല സംഭാവനകൾ നൽകണം, ഉദാത്തമായ അനുഭവത്തിലേക്ക് കടന്നു പോകണം, മേൽത്തരമായ വ്യക്തിത്വം എനിക്ക് പ്രാപിക്കണം, എൻ്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. പക്ഷേ ആഗ്രഹത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പരാജയപ്പെടുന്നു. ഈ അവസ്ഥയിലാണ് മതമല്ല ആത്മീയതയുടെ ആവശ്യം. ദൈവസങ്കല്പത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നല്ല വികാരങ്ങൾ അത് ദൈവം നേരത്തെ അവിടെ നിക്ഷേപിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വേണ്ടതുപോലെ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ പ്രകൃതിയുടെ സ്വാധീനം കൊണ്ട് മാത്രം സാധ്യമല്ല. അതിനുപരിയായ ഒരു സ്വാധീനം ആവശ്യമാണ്. അതില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നല്ല ചിന്തകൾ, നല്ല താല്പര്യങ്ങൾ, നല്ല അഭിരുചികൾ നിർജീവമായി അങ്ങനെ നിന്ന് അവിടെ തന്നെ പട്ടുപോകും. നമ്മൾ ഇരുട്ടിൻ്റെ വ്യക്തിത്വം മാത്രമുള്ളവരായിത്തീരും. എന്നാൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ നല്ല സാധ്യതകളെ ആസ്പദമാക്കി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം അതിമനോഹരമായി വളരുകയും അതിൻ്റെ ഫലപുഷ്ടി കൊണ്ട് അനേകർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യത്തെ നിശ്ചയിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥയിൽ മൃഗത്തെ എന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ അവൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്നതിനെ ആസ്പദമാക്കിയാണ്. എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ഉള്ളിൽ നല്ല കാര്യങ്ങൾ, സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായെങ്കിലും ആ താല്പര്യത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അനേകം ആളുകളും പരാജയപ്പെട്ടു പോകുന്നു. ഈ പരാജയത്തിൽ നിന്ന് മനുഷ്യന് മുക്തി നൽകി അവൻ്റെ നല്ല പ്രവണതകളെ, നല്ല വാസനകളെ ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കുവാൻ, അത് കർമ്മപഥത്തിൽ കൊണ്ടുവരുവാൻ എങ്ങനെ സാധിക്കും? അത് സാധിച്ചാൽ അവൻ്റെ ജീവിതം ധന്യമായി തീരും. അത് അവന് വേണ്ടി മാത്രമല്ല, മറ്റനേകർക്ക് അതുകൊണ്ട് അനുഗ്രഹമുണ്ടാകും. അതുമൂലം അവൻ്റെ വ്യക്തിത്വത്തിന് വലിയ വിലയുണ്ടാകും. അങ്ങനെയുള്ളവരെ മറക്കുവാൻ മനുഷ്യജാതിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്നും ബുദ്ധനെയും ശ്രീകൃഷ്ണനെയും യേശുവിനെയും നബി തിരുമേനിയും ഒക്കെ ഓർക്കുന്നത്. അങ്ങനെ ആളുകൾ ജീവിച്ചത് കൊണ്ടാണ്. എന്നാൽ ആ തോതിൽ ജീവിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു, സമ്മതിക്കുന്നു. പക്ഷേ നമുക്കും നാം എത്ര കീഴാളവർഗത്തിൽ ധാർമ്മികമായി, സാംസ്കാരികവും മതപരവും സാമൂഹ്യമായിട്ടല്ല, ധാർമ്മികമായി നാം എത്ര കീഴാളവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും, എത്ര നികൃഷ്ടരാണെങ്കിലും നമുക്കും അങ്ങനെ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ, അവയെ ഇഫക്റ്റീവാക്കുവാൻ, അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കുന്നത് എന്താണോ അത് മുഴുവനും ദൈവികമാണ്. അതിനെ സഹായിക്കാത്തത് ഒന്നും പ്രയോജനം ചെയ്യുന്നതല്ല. അത് നമുക്ക് തലേ ചോട്ടുകൊണ്ട് നടക്കാവുന്ന വിഴുപ്പ് ഭാണ്ഡം മാത്രമാണ്. പക്ഷേ സഹസ്രാബ്ദങ്ങളായി മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയ വലിയ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഞാനീ പറയുന്ന അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ ദൈവത്തെ മനസ്സിലാക്കുന്ന തൃത്വമായിട്ടാണ്. തൃത്വം, ആ ദൈവം തൃത്വമാണ്, ദൈവം ത്രിയേക ദൈവമാണ് എന്ന് ഒരു ക്രിസ്ത്യാനി എല്ലാ ഞായറാഴ്ചയും പോയി പള്ളിയിൽ പോയി ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ ഞാൻ ഈ സൂചിപ്പിച്ച അവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. ഇപ്പോൾ സക്രമത്തിനെ പറ്റി പറയുന്നു. യേശുവിൻ്റെ ശരീരരക്തങ്ങളെ എല്ലാ ഞായറാഴ്ചയും പോയി വിളിച്ച് ഉൾക്കൊള്ളുന്ന ക്രിസ്ത്യാനി അവൻ്റെ ഈ മൃഗീയമായ അവസ്ഥയിൽ നിന്ന് അല്പം പോലും മുൻപോട്ട് പോകുവാൻ അവൻ കഴിയാത്തതെന്തേ? ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മതപരമായ വിവാദം സീറോ മലബാർ സഭയിലെ കുർബാന തമ്മിലടി. ഏറ്റവും മൃഗീയമായി പ്രവർത്തിക്കാനുള്ള അവസരമായിട്ടാണ് കുർബാനയെ അവർ കാണുന്നത്. അത് മൃഗീയമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല.
എന്നാൽ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സഭയുടെ തിയോളജിയും എക്ലീസിയോളജിയും പിന്നെ ക്രിസ്റ്റോളജിയും മിസ്സിയോളജിയും എസ്കറ്റോളജിയും എന്ന് വേണ്ട സുവോളജി വരെ നോക്കിയാൽ അത് മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ഹിമാലയത്തെക്കാൾ വലിപ്പമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും പുറമെ കാനോൻ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യനോ ഒരു പശുവിനോ ഒരു പുല്ലിൻ്റെ വില നൽകുന്നതല്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഞാനിത് പറയുമ്പോൾ പലരും ഞെട്ടി വിറയ്ക്കും. കാരണം അവർക്ക് ചെറുപ്പം മുതൽ ലഭിച്ച പരിശീലനം ഇതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് മാത്രമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ മതപരമായ ഏത് കാര്യത്തെയും ചിന്തിക്കേണ്ടത് എൻ്റെ അവസ്ഥ, എൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിത്തീരണം. യേശു ചരിത്രത്തിൽ വന്നത് മനുഷ്യപുത്രനായിട്ടാണ്, ദൈവപുത്രനായിട്ടല്ല. യേശു ഒരിക്കലും തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മനുഷ്യപുത്രനാണെന്നാണ് പറഞ്ഞത്. എന്താണ്? മനുഷ്യത്വത്തിലേക്കുള്ള വഴി ഞാനാണ്, ഈ വഴിയെ സഞ്ചരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ അതിനും തുല്യമായ വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ അത് അനുഭവിച്ചിട്ട് മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. അത് തുല്യമായ വിലയുണ്ടോ, അർത്ഥമുണ്ടോ, അത് തുല്യമായി സഹായിക്കുന്നതാണോ എന്ന് അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ അത് സാക്ഷീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ ആ വഴിയെ സഞ്ചരിച്ചവനല്ല. എന്നാൽ അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ല എന്ന് കട്ടായം പറയുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം അനുഭവത്തിൽ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആധികാരികമായൊരു എടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യം, അതായത് നമ്മുടെ ഉള്ളിലുള്ള നല്ല ചിന്തകളെ, നല്ല ആഗ്രഹങ്ങളെ, നല്ല വാസനകളെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് നമ്മുടെ സ്വതസിദ്ധമായ കഴിവ് കൊണ്ട് സാധ്യമല്ല. അതിന് തക്കതായ ഒരു സ്വാധീനം നമ്മുടെ മേലുണ്ടാകണം. അതിനുതകുന്നതെന്തും. അതുകൊണ്ടാണ് ഞാൻ സിനിമാ പാട്ടിനെ ആശ്രയിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത്. മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം പലരുടെയും വിചാരം സിനിമാ പാട്ട് മുഴുവനും പിശാചാണ്, സാത്താനാണ്. ആയിരക്കണക്കിന് കൺവെൻഷൻ ഗീതങ്ങൾ കേരളത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. 1000 വേണ്ട 100 കണക്കിന് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നുപോലും ഒരൊറ്റ കൺവെൻഷൻ ഗീതം പോലും ബിച്ചു തിരുമലയുടെ ഈ സിനിമാ പാട്ടിൻ്റെ 4 അയലത്ത് വരുന്നതല്ല ആത്മീയമായി. പക്ഷേ ഇത് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകത്തില്ല. കാരണം അവൻ്റെ മനസ്സിൽ മുഴുവനും മുൻവിധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണാത്തവനാണ്. അതിൻ്റെ കാരണം മറ്റൊന്നാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാൻ സിനിമ കാണുന്നവനേ അല്ല. എങ്കിലും ഞാൻ പാട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എത്രയോ ആയിരക്കണക്കിന് പാട്ടുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പാട്ടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും ക്രമേണ. അപ്പോൾ അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നാം വിചാരിക്കുന്നത് പോലെ അത്ര സങ്കീർണമല്ല. യഥാർത്ഥത്തിലുള്ള ആത്മീയത വളരെ സരളമാണ്, സങ്കീർണമല്ല. ഇതെല്ലാവർക്കും തുല്യമായി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുവാനുമുള്ള മാർഗമാണ്. അതിനപ്പുറത്ത് നിൽക്കുന്നതൊക്കെ സഭയുടെ സംരക്ഷണത്തിനും സഭയുടെ ലാഭത്തിനും വേണ്ടി, പ്രത്യേകിച്ച് പുരോഹിത വർഗത്തിന് മേൽക്കോയ്മയെ സാധൂകരിക്കുന്നതിന് വേണ്ടി പടച്ചുണ്ടാക്കിയിട്ടുള്ള നൂലാമാലകളാണ്, ചിലന്തി വലകളാണ്, മാറാലകളാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കുമില്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യഹൂദൻ്റെ ഒരു തിയോളജി പറയുകയോ യഹൂദൻ്റെ ഏതെങ്കിലും ഒരു ആചാരത്തെപ്പറ്റി പരാമർശിക്കുകയോ അത് ആചരിക്കുകയോ യഹൂദൻ ചെയ്ത പരിപാടികൾ ആവർത്തിക്കുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ്? യേശു വളരെ ലളിതമായി ജനങ്ങളുടെ മധ്യത്തിൽ കടന്നു ചെന്ന് അവരുടെ ആവശ്യങ്ങളോട് സഹകരിച്ച് അതിൻ്റെ മധ്യത്തിൽ ചില ആശയങ്ങൾ വെളിപ്പെടുത്തി നിങ്ങൾക്കും ഇതുപോലെ ആയിത്തീരാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 12-ാമൊക്കെയാണ് എൻ്റെ ഓർമ്മ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് മാത്രമല്ല അപ്പുറവും ചെയ്യും എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്തെ കോംപ്ലിക്കേഷൻ? യേശു പഠിപ്പിച്ച ഏതെങ്കിലും കാര്യത്തിലൊരു കോംപ്ലിക്കേഷൻ കാണിക്കാൻ ഒക്കുമോ? ഇല്ല. അതെല്ലാവർക്കും മനസ്സിലാകുന്ന, ശിശുക്കൾക്ക് മുല കുടിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ മുഴുവനും സ്വഭാവപരമായ ചപ്പും ചവറും കൊണ്ട് നിറച്ചിരിക്കുന്നത് കൊണ്ട് ഈ വെളിച്ചം കടന്നു വരാൻ ഇടമില്ല.
അത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ശാപമാണ് എന്നെപ്പോൾ ആര് തിരിച്ചറിയുന്നോ അവർക്ക് നന്മ വരും. ഇത് ഞാൻ ആരോടും ചുരുക്കുണ്ടായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ദയവായി എൻ്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിക്കരുത്. ജനത്തിന്, വ്യക്തികൾക്ക് നന്മ വരണമെങ്കിൽ ഈ സത്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നതാണ്. അത് രാഷ്ട്രീയമായ ബദ്ധിതരെ, രാഷ്ട്രീയമായ തടവുകാരെ അല്ല. പിന്നെയോ മതത്തിൻ്റെ അടിമകളെ. മതം മനുഷ്യരെ അടിമകളാക്കുന്നു. ആ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ച് അവരെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടത്തുവാനാണ് ഞാൻ വന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ട് ഈ ആശയം ഉന്നയിച്ച എൻ്റെ പ്രിയ സുഹൃത്തിനോടുള്ള എൻ്റെ സന്തോഷം, ബഹുമാനം, കലവറയില്ലാത്ത ബഹുമാനം. എങ്കിലും ലളിതമായി എനിക്ക് എന്താത്തോട് പറയാനുള്ളത്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഇന്നും വളരെ വളരെ സരളമാണ്. അവിടെ ആരുടെയും പ്രത്യേകമായ സഹായം ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്. അത് മറ്റാരും സ്ഥാപിക്കുന്നതല്ല, മതം സ്ഥാപിക്കുന്നതല്ല, ഗുരുക്കന്മാർ സ്ഥാപിക്കുന്നതല്ല, നേതാക്കന്മാർ സ്ഥാപിക്കുന്നവരല്ല, ഫിലോസഫേഴ്സ് സ്ഥാപിക്കുന്നതല്ല. ദൈവം സ്ഥാപിക്കുന്ന നന്മയുടെ വിത്തുകൾ അനവധി നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുവാനായി ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നൊരന്വേഷണത്തിൽ കൂടെ മുൻപോട്ട് പോകുവാൻ ഒരു ഫിലോസഫിയും ആവശ്യമില്ല, ഒരു വലിയ വലിയ കോംപ്ലിക്കേഷൻ ഡോക്ടറിനൊന്നും ആവശ്യമില്ല. എൻ്റെ ഉള്ളിലുള്ള വെളിച്ചം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയണമേ എന്നൊരൊറ്റ ആഗ്രഹം മതി. തമസോമ ജ്യോതിർഗമയ, അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അത്രമാത്രം. നന്ദി, നമസ്കാരം.